കേക്കില്ലേ, അതിലൊരു കേക്കിനകത്ത് ഞാൻ എലിവിഷം വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോ നിങ്ങളിൽ ആരാ കഴിച്ചെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതൊരു ഇത്തിരി അകത്ത് പോയാ മതി, 10 മിനിറ്റിനുള്ളിൽ ആള് തീരും. ക്ഷമിക്കണം. ഞാനല്ലേ ക്ഷമ ചോദിക്കേണ്ടത്? അല്ലല്ല മോളെ, നോക്കട, അമ്മ അറിയാതെ അച്ഛൻ ഇടുക്കിയിലൊരു ബന്ധമുണ്ട്. അതിലൊരു പെൺകുട്ടിയുണ്ട്. ഞാൻ മരിച്ചു പോയാൽ ആ കുട്ടിയെ നീ അനിയത്തിയെ പോലെ നോക്കണം. അമ്മയോട് അച്ഛൻ മാപ്പ് ചോദിച്ചെന്ന് പറഞ്ഞു തരിക. അച്ഛനോട് ക്ഷമിക്കടി, അച്ഛനോട് ക്ഷമിക്ക്. ഈ കല്യാണം കഴിഞ്ഞു വന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോ നിന്റെ അച്ഛമാന്റെ താലുമാല കാണാതെ പോയില്ലേ, അത് വോട്ടിട്ട് മുട്ടടിച്ചത് ഈ അച്ഛനാടി. ക്ഷമിക്കടി. അച്ഛനെക്കാ തട്ടിപ്പോയ അച്ഛൻ എന്നോട് ക്ഷമിക്കണേ. ഇവിടുന്ന് തടവിത്ത ഞാൻ മിക്കവാറും മരിക്കുന്നതിന് എനിക്ക് അവസാനമായിട്ടൊരു ആഗ്രഹമുണ്ട്. എനിക്കൊരു ഉമ്മതാ ഇവിടെ. അന്ത്യചുംബനം തന്നാ പോരെ ഏട്ടാ. ജീവനോടൊരു ഉമ്മ തരില്ല കേട്ടാടി. എനിക്ക് അയ്യോ, എന്റെ ഏട്ടനും മരിക്കാൻ പോകുന്നു, എന്റെ അച്ഛനും മരിക്കാൻ പോകുന്നു. ഇനി ഈ വിഷം ഈ വീട്ടിൽ വേണ്ട. എന്താ പറഞ്ഞേ? അച്ഛൻ ഞാനിപ്പോ നിങ്ങൾക്ക് തന്ന എലിവിഷമില്ല, അത് ഇതാണ്. ഇതാണോ? അയ്യോ, അപ്പൊ ഇതിനകത്തുണ്ടായിരുന്നാണോ ഞങ്ങൾ തിന്നത്? അങ്ങനെയാണെങ്കിൽ നമ്മൾ ആരും പേടിക്കണ്ട, നമ്മളത് ചാവത്തൊന്നുമില്ല. അതെ, കഴിഞ്ഞ ആഴ്ച ഇതിനകത്തിരുന്ന സാധനം ഗ്യാസ് മിഠായിന്ന് പറഞ്ഞ് ഞാനെടുത്ത് വിഴുങ്ങിയായിരുന്നു. എന്നിട്ട് നീ വഴക്ക് കുറയുമെന്നും പറഞ്ഞ് ഞാനതിനകത്ത് അരിമാവ് കുഴച്ച് ഉരുട്ടി ഇതിനകത്ത് വെച്ചായിരുന്നു. അരിമാവായിരുന്നോ? എനിക്കൊരു കുഴപ്പമില്ല. എന്തോ കുഴപ്പം? എനിക്കൊരു കുഴപ്പമില്ല. പൊക്കലിന് ചുറ്റും അത്തപ്പൂടേണ്ടി വരും. ഞാൻ കൊന്നില്ല. അത്രക്കടുത്ത് എലി അവിടെ രക്തം ഛർദ്ദിച്ച് ചത്ത് കിടക്കുന്നു. എലി രക്തം ഛർദ്ദിച്ച് ചത്ത് കിടക്കണം? എന്റെ ദൈവമേ, എലിവിഷം മുഴുവൻ കയറ്റി ഇയാള് പുലി പോലെ നിൽക്കുന്നു. ഇയാളെ കടിച്ച എലി ചോര ഛർദ്ദിച്ച് മരിച്ചു. എല്ലാ കാളെ കൂടെ വിഷമാണോ തന്റെ ശരീരത്തിനകത്ത്? ഇത് ശരീരത്തിന്റെ പവറല്ല, ദിസ് ഈസ് മൈൻഡ് പവർ. അയ്യോ, ആംബുലൻസ്.